ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പന്തക്കുസ്ത തിരുനാളിന്റെ ഹൃദ്യമായ മംഗളങ്ങൾ. പരിശുദ്ധ റൂഹായുടെ ആവാസം അഗ്നിനാവുകളായി ഏറ്റുവാങ്ങുന്ന നമ്മൾ ഈ തിരുനാളിൽ ചെയ്യേണ്ടത് എന്താണ്? ഒന്നാമതായി, പന്തക്കുസ്ത പഴയ നിയമത്തിലെ പുറപ്പാട് പുസ്തകം 19 അധ്യായത്തിൽ പറയുന്നത് പോലെ ഉറ്റ ബന്ധങ്ങളുടെ ഉത്സവമാണ് പന്തക്കുസ്ത എന്നോർമ്മിക്കുക. എങ്ങനെയാണ് ഈ ഉറ്റ ബന്ധങ്ങൾ ഉത്സവങ്ങളായിട്ട് മാറുന്നത്? സീനായി ഉടമ്പടിയുടെ ഓർമ്മയാണ് ഈ ദിവസം. ഇസ്രായേൽ ജനത്തിന് ദൈവം നൽകിയ തോറ, തന്റെ ജനത്തെ തിരഞ്ഞെടുത്തുകൊണ്ട് ആ ജനത്തോട് തനിക്കുള്ള അഭേദ്യമായ ഉറ്റ ബന്ധം പ്രഖ്യാപിക്കുന്ന നിമിഷമാണ്. വചനം പറയുന്നു, നിങ്ങൾ എനിക്ക് സ്വന്തമായ നിധിയായിരിക്കും. നിങ്ങൾ എനിക്ക് സ്വന്തമായ എന്റെ നിധിയായിരിക്കും എന്നാണ് ദൈവം ഇസ്രായേൽ ജനത്തോട് പറയുന്നത്. അതെ, പന്തക്കുസ്തായിൽ ഞാൻ ആദ്യം ഓർമ്മിക്കേണ്ടത് ഇതാണ്: ഞാൻ ദൈവത്തിന്റെ സ്വന്തം നിധിയാണ്. ഞാനും എന്റെ സഭയും ദൈവത്തിന്റെ സ്വന്തം നിധിയാണ്. ഞാനും സഭയും ഈ ലോകവും ദൈവത്തിന്റെ നിധിയാണ് എന്നുള്ള തിരിച്ചറിവുണ്ടാവുക. അവിടെയാണ് പുതിയ നിയമത്തിൽ അപ്പസ്തോല പ്രവർത്തനത്തിൽ നമ്മൾ കാണുന്ന പന്തക്കുസ്ത. ഈശോ മിശിഹ തന്റെ ഉത്ഥാനത്തിനും സ്വർഗാരോഹണത്തിനും ശേഷം പരിശുദ്ധ അമ്മയുമായി കൂടിച്ചേർന്ന് ഒത്തുചേർന്ന് പ്രാർത്ഥനയിലിരിക്കുന്ന അപ്പസ്തോല കൂട്ടായ്മയിൽ അഗ്നിനാവുകളായി, കാറ്റായി ആത്മാവ് കടന്നു വരുന്നത് അവിടെയാണ്. ഈ തിരുനാളിൽ എനിക്ക് വേണ്ട മറ്റൊരു ചൈതന്യം, ഞാൻ എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ട ചൈതന്യം, എനിക്ക് ഒത്തൊരുമിച്ചിരിക്കാനുള്ള ഐക്യത്തിൻ്റെ സമർപ്പണമുണ്ടോ എന്നുള്ളതാണ്. കാരണം അത് അപ്പസ്തോല കൂട്ടായ്മയിൽ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിൽ പ്രാർത്ഥനാനിരതരായിരിക്കുന്ന ശിഷ്യ സമൂഹത്തിലേക്കാണ് ആത്മാവ് കടന്നു വരുന്നത് എങ്കിൽ പന്തക്കുസ്ത എന്നിൽ നിന്നും ആവശ്യപ്പെടുന്ന അടിസ്ഥാന യോഗ്യത എന്ന് പറയുന്നത് സഭയുടെ കൂട്ടായ്മയിൽ ആയിരിക്കുക എന്നതാണ്. പരിശുദ്ധ അമ്മയെ ദൈവമാതാവായി സ്വീകരിച്ചുകൊണ്ട്, തിരുസഭയുടെ അമ്മയായി വണങ്ങിക്കൊണ്ട് അപ്പസ്തോലന്മാരുടെ കൂട്ടായ്മയിൽ ഒരുമിച്ചിരിക്കുക എന്നതാണ് എനിക്ക് ആവശ്യം. ഇതാണ് ശരിക്കുള്ള വിളവെടുപ്പ്. പന്തക്കുസ്തായ്ക്ക് അങ്ങനെയും ഒരു പഴയ നിയമ പശ്ചാത്തലമുണ്ട്. കാർഷിക വിളവെടുപ്പിന്റെ ആദ്യ ഫലങ്ങൾ സമർപ്പിക്കുന്ന തിരുനാൾ. അതുകൊണ്ട് ഈ വിളവെടുപ്പാണ്, ഐക്യത്തിന്റെ വിളവെടുപ്പാണ് ഇന്ന് എനിക്ക് ആവശ്യം, സമൂഹത്തിനും സഭയ്ക്കും ആവശ്യം. ഏകവും ശ്ലൈഹികവും പരിശുദ്ധവും സാർവത്രികവുമായ സഭയുടെ കൂട്ടായ്മയിലാണ് യഥാർത്ഥത്തിൽ ആത്മാവിന്റെ ആവാസം ഉണ്ടാവുന്നത്. സെഹിയോനിലാണ് ഇത് സംഭവിക്കുന്നത്. സെഹിയോൻ രക്ഷയുടെ ഭവനമാണ്. അവിടെയാണ് അന്ത്യത്താഴവും പാദക്ഷാളനവും ഒക്കെ നടന്നത്. അവിടെയാണ് കുർബാനയുടെ ഓർമ്മ കൊണ്ടാടപ്പെട്ടത്, തിരുസഭ രൂപം കൊണ്ടത്, പ്രാർത്ഥനയുടെ ഭവനം രൂപപ്പെട്ടത്. ഭയം കൂടാതെ ശിഷ്യന്മാര് സാക്ഷികളായിട്ട് മുന്നേറുന്നത് അവിടെ നിന്നാണ്. അതുകൊണ്ട് നമ്മുടെയും ജീവിതത്തിൽ ഈ തിരിച്ചറിവുകൾ ഉണ്ടാവുക. പരിശുദ്ധാത്മാവിനെ ഇന്ന് ഞാൻ സ്വീകരിക്കുന്ന കൂദാശകൾ, പ്രത്യേകിച്ച് പരിശുദ്ധ കുർബാന, ദൈവവചനം, തിരുസഭ, ഈ പ്രപഞ്ചം, ഇവിടെയെല്ലാം എത്രമാത്രം എൻ്റെ ഹൃദയം ആത്മാവിൻ്റെ നിമന്ത്രണങ്ങൾക്ക് വേണ്ടി, ആത്മാവിൻ്റെ ആവാസത്തിന് വേണ്ടി ദാഹിക്കുകയും ജ്വലിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ ഓർമ്മിക്കുക. മിശിഹായുടെ സഭയ്ക്ക് മാർഗദർശിയായി വരുന്ന റൂഹായെ സ്വീകരിക്കാൻ പ്രാർത്ഥനാപൂർവം എൻ്റെ മനസ്സിനെ രൂപപ്പെടുത്തുക.
ആറിപ്പോയത് ചൂട് പിടിപ്പിക്കണമേ, വാടിപ്പോയത് തളിർപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ സാധിക്കണം. രൂപരഹിതവും ശൂന്യവുമായ സകലതിനും മേതെ ആത്മാവ് ചലിച്ചുകൊണ്ടിരുന്നു എന്ന് ഓർമ്മിക്കുക. അതുകൊണ്ട് ഞാൻ ദൈവത്തിന്റെ സ്വന്തമാണെന്നും ഞങ്ങൾ ദൈവാത്മാവിൽ രൂപപ്പെട്ട സഭയാണെന്നും എല്ലാ ജനത്തിന്റെയും മനസ്സിന്റെ ഭാരവും രോദനവും ഏറ്റെടുത്തുകൊണ്ട് പങ്കിടാനും പ്രാർത്ഥിക്കാനും പാദം കഴുകാനും സാധിക്കുന്ന ഒരു പരിശുദ്ധാത്മ രൂപീകൃത സഭാസമൂഹത്തിൽ എനിക്ക് എൻ്റെ ജീവിതത്തെ സമർപ്പിക്കാൻ സാധിക്കുന്നുണ്ടോ? ആ വിളവെടുപ്പാണ് പന്തക്കുസ്തായുടെ തിരുനാളിന്റെ ചൈതന്യം എന്ന് നമുക്ക് മറക്കാതിരിക്കാം. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. ദാനങ്ങളല്ല, ഞങ്ങൾക്ക് ദാതാവിനെ മതി.